ഞങ്ങളുടെ ട്രിപ്പിൻ്റെ 2ാം ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോഴും കർണാടകയിൽ തന്നെയാണ്. കുറച്ച് ദൂരം എത്തിയപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു കേട്ടോ. ചുറ്റും നെൽപ്പാടങ്ങളൊക്കെ ആയിട്ട് നല്ല കാറ്റും തണുപ്പും നല്ല അടിപൊളിയായിരുന്നു. ഇവിടെ വന്നപ്പോൾ ബൊഫേ ആയിരുന്നു കേട്ടോ. ഇവിടെ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവർ ഇതിൽ പാക്കേജിൽ നേരത്തെ പറഞ്ഞതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് നല്ല അടിപൊളി നാടൻ ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. ചോറുണ്ടായിരുന്നു, കറികൾ, പിന്നെ ചിക്കൻ പൊരിച്ചത്, പിന്നെ പപ്പടം, പിന്നെ മുട്ടക്കോസ് ഉപ്പേരി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പോകുന്ന വഴിക്ക് ഇത് ഈ ഒരു വ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി വ്യൂ കേട്ടോ കാണാൻ. പാടങ്ങൾ എന്താണെന്ന് അറിയില്ല, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കർണാടകയിൽ ഷിരൂർ പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് അർജുനെയാണ് കേട്ടോ ഓർമ്മ വന്നത്. പിന്നെ ഞങ്ങൾ ഒരുപാട് നേരത്തെ ട്രാവലിങ്ങിന് ശേഷം ഞങ്ങളത് ഈ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ. അപ്പം ഞങ്ങൾ ഇനി ഇവിടെ 2 ദിവസം സ്റ്റേ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഒരു ബീച്ചിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മളിവിടെ കിടന്നിട്ട് പിന്നെ രാവിലെ വീണ്ടും നമ്മൾ ബീച്ചുകളും പിന്നെ അതുപോലെ ഓൾഡ് ഗോവ ചർച്ച് പിന്നെ ബോട്ടിങ് അങ്ങനെ ഒരുപാട് ഇതുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഇരുന്ന് നോക്കി വെച്ചത് ഈ പുറത്തെ ഈ കാഴ്ചകളെല്ലാം കാണാൻ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ചായ കുടിക്കാൻ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തൊരു ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കൾ ഇതുവരെ അതിലൊന്നും കുളിച്ച് ശീലമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ തൊട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചായ കുടിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കട്ട്ലേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സാധാരണ നമ്മുടെ ഇവിടുത്തെ പോലെ കട്ട്ലേറ്റാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഈ വെജിറ്റേറിയൻ ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ കിട്ടി നന്നായിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ പൈസ വെറുതെ പോയി. പിന്നെ ഞങ്ങൾ നേരെ ഞങ്ങൾ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇരുട്ടായിരുന്നുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ലൈറ്റും നല്ല അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി വ്യൂവും പിന്നെ ഐ ലവ് ഗോവ എന്നൊക്കെ എഴുതിയിട്ട് നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ നമ്മളെല്ലാവരും കൂടെ ഫോട്ടോസും വീഡിയോസും അങ്ങനെ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. മക്കളാണെങ്കിൽ ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെയൊക്കെ ഇരുന്ന ഈ ഹാർട്ടിൻ്റെ അടുത്തൊക്കെ ഇരുന്നിട്ട് ഒരു ഫോട്ടോസും വീഡിയോസും കിട്ടാൻ ഒത്തിരി സമയം പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെ ബീച്ചിലേക്ക് ഇറങ്ങി. പിന്നെ ഒരുപാട് ഇരുട്ടായിട്ടുണ്ടായതുകൊണ്ട് പിന്നെ ഞാൻ വലിയ വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറേ നേരം കളിച്ച ശേഷം ഞങ്ങൾ നേരെ ഇങ്ങനെ റൂമിലേക്ക് പോകാം കേട്ടോ. പോകുന്ന വഴിക്ക് ഒത്തിരി ഷോപ്പുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല വെറൈറ്റി സാധനങ്ങളുണ്ടായിരുന്നു. നല്ല ഓഫർ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പുറത്തുനിന്നൊക്കെ 50 രൂപ 100 രൂപ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അകത്ത് വന്നപ്പോൾ 150 രൂപ 200 300 അങ്ങനെയൊക്കെ ചെറിയ ബാഗുകൾക്ക്, കുഞ്ഞ് ബാഗുകൾക്ക് അടക്കം അത്രയ്ക്ക് റേറ്റ് ഉണ്ടായിരുന്നു. നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളത് ഈ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ഫുഡായിരുന്നു. റൈസ് ഉണ്ടായിരുന്നു, സലാഡ് ഉണ്ടായിരുന്നു, ചിക്കൻ പൊരിച്ചത്, പിന്നെ ചപ്പാത്തി, പിന്നെ ചിക്കൻ കറി എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഐസ്ക്രീം എല്ലാം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. അപ്പോഴാണെങ്കിൽ മോൻ അവിടെ ഒരു ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തിട്ട് ഇരുന്നിട്ട് ആരെയൊക്കെയോ വിളിച്ച് എന്തൊക്കെയൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. കാരണം അവൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഫോൺ കാണുന്നത്. ഞാനും അധികം കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ നേരം മോൻ അതിലിരുന്ന് സംസാരിച്ചിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ടാറ്റാ ബൈ ബൈ, സീ യു.